നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസാണ് കാണാൻ പോകുന്നത്. എന്താണ് സ്വപ്ന പേടകവുമായിട്ട് ചൈന 2030 ചന്ദ്രനിലേക്ക് ആളുകളെ എത്തിക്കുന്ന ദൗത്യത്തിൻ്റെ ഭ്രമണ പേടകത്തിന് ചൈന മെങ്സു, എന്താണ് സ്വപ്നവാഹനം എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. എന്താണ് മെങ്സു എന്ന പേര് പ്രഖ്യാപിച്ചു. മെങ്സു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്വപ്ന വാഹനം. അതുപോലെ 3 യാത്രികരിലെ ചന്ദ്രനിലെത്തിക്കാനാണ്. നമ്മുടെ US അപ്പോളോ മിഷനെ പറ്റിയും നമ്മുടെ ഗഗൻയാനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പം ചൈനീസ് വാഹനത്തിൻ്റെ അല്ലെങ്കിൽ മിഷൻ എത്തിക്കുന്ന ആ ചൈനീസ് വാഹനത്തിൻ്റെ പേരെന്താണ്? മെങ്സു. മെങ്സു എന്നുള്ള ആ ഒരു പേരിൻ്റെ അർത്ഥം എന്താണ്? സ്വപ്ന വാഹനം, ഡ്രീം വെഹിക്കിൾ എന്നൊക്കെ പറയാം അല്ലേ. സ്വപ്ന വാഹനം. 3 യാത്രികരെ ചന്ദ്രനിൽ എത്തിക്കാനാണ് നമ്മുടെ മെങ്സു ദൗത്യം ഉദ്ദേശിക്കുന്നത്. മെങ്സു പേടകത്തിൽ നിന്ന് യാത്രികരുമായിട്ട് ചന്ദ്രനെ തൊടുന്ന ലാൻഡറിൻ്റെ പേരെന്താണ്? ലാൻയുയി. ഓക്കെ, ലാൻഡറിൻ്റെ പേരെന്താണ്? ലാൻയുയി. എന്നാൽ ആ ഒരു വാഹനത്തിൻ്റെ ഒരു ഡ്രീം വെഹിക്കിൾ എന്ന മീനിങ് വരുന്ന വാഹനത്തിൻ്റെ പേരെന്താണ്? മെങ്സു. മെങ്സു എന്നാണ് വാഹനത്തിൻ്റെ പേര്. അടുത്തത് ചന്ദ്രനെ പുണരുക എന്നാണ് ലാൻയുയി. ലാൻയുയി ആണ് നമ്മുടെ ലാൻഡർ എന്നുള്ളതിൻ്റെ അർത്ഥം അല്ലേ. അപ്പം ലാൻയുയി എന്നുള്ള ആ ഒരു വാക്കിൻ്റെ മീനിങ് എന്താണ്? ചന്ദ്രനെ പുണരുക എന്നാണ് ലാൻയുയിയുടെ അർത്ഥം. ചൈനയിലെ ടാങ് രാജവംശത്തുണ്ടായിരുന്ന കവിയായ ലിബായിയുടെ കാവ്യങ്ങളിലുള്ള വാക്കാണെന്ത്? ലാൻയുയി. ലാൻയുയിയുടെ മീനിങ് എന്താണ്? ചന്ദ്രനെ പുണരുക. ലാൻഡറിലെ പോയിട്ട് ചന്ദ്രനെ പുണരാൻ പറ്റും, വാഹനത്തിന് പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ വാഹനത്തിൻ്റെ പേരെന്താണ്? മെങ്സു, സ്വപ്നവാഹനം അല്ലെങ്കിൽ ഡ്രീം വെഹിക്കിൾ എന്നുള്ള അർത്ഥം. ലാൻയുയി ആണ് ചന്ദ്രനിൽ ഇറക്കുന്ന ആ ഒരു വാഹനത്തിൻ്റെ പേര്. ചന്ദ്രനെ പുണരുക എന്നുള്ളതാണ് ആ ഒരു ലാൻയുയുടെ അർത്ഥം. നമ്മുടെ ടാങ് രാജവംശത്തുണ്ടായിരുന്ന കവിയായിരുന്ന ലിബായിയുടെ കാവ്യങ്ങളിലുള്ള ഒരു വാക്കാണിത്, ലിബായി. ഓക്കെ, അടുത്തത് വിക്കറ്റ് കൊയ്ത്തിൽ വീണ്ടും ചഹൽ. 2020 ക്രിക്കറ്റിൽ 350 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ബോളർ എന്ന റെക്കോർഡ് ആർക്കാണ്? ഭൂപേന്ദ്ര ചഹൽ. ഓക്കെ, ഭൂപേന്ദ്ര ചഹലിനാണ് നമ്മുടെ 2020 ക്രിക്കറ്റിൽ 350 വിക്കറ്റ്. നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിലാണ് കളിക്കുന്നത് അല്ലേ. അദ്ദേഹം 301 മത്സരങ്ങളിൽ നിന്നാണ് ലെഗ് സ്പിൻ ബോളറായിട്ടുള്ള ചഹലിൻ്റെ ഈ ഒരു നേട്ടം. ഋഷഭ് പന്താണ് 350 വിക്കറ്റ് അദ്ദേഹത്തിന് കിട്ടിയത്. 350 വിക്കറ്റ് ആരുടെ ആയിരുന്നു? ഋഷഭ് പന്തിൻ്റെ ആയിരുന്നു. അപ്പോൾ വിക്കറ്റ് കൊയ്ത്തിൽ 350 വിക്കറ്റ് 2020 350 വിക്കറ്റ് നടക്കുന്ന ആദ്യത്തെ ബോളർ എന്ന പദവി നേടിയത് ആരാണ്? ഭൂപേന്ദ്ര ചഹലായിരുന്നു. അദ്ദേഹം ആരാണ്? ലെഗ് സ്പിൻ ബോളറാണ്. ചഹലിൻ്റെ ഈ ഒരു 350 വിക്കറ്റ് ആരുടെ വിക്കറ്റാണ് നേടിയത്? ഋഷഭ് പന്തിൻ്റെയാണ്. ഓക്കെ, ഇനി അടുത്തത് റഫീഖ് അഹമ്മദിന് പത്മപ്രഭ പുരസ്കാരം. 2024 പത്മപ്രഭ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? കവിയും ഗാനരചയിതാവുമായിട്ടുള്ള റഫീഖ് അഹമ്മദിനാണ് പത്മപ്രഭ പുരസ്കാരം. പത്മപ്രഭ പുരസ്കാരം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം. 2024 പത്മപ്രഭ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായിട്ടുള്ള റഫീഖ് അഹമ്മദിനാണ് ലഭിച്ചത്. 75,000 രൂപയും പ്രശസ്തി പത്രവും പത്മരാഗ കല്ല് പതിച്ച ഫലകവും, ഇതാണ് പത്മപ്രഭ പുരസ്കാരത്തിൻ്റെ സമ്മാനങ്ങൾ. എന്തൊക്കെയാണ്? 75,000 രൂപ, പ്രശസ്തി പത്രം, പത്മരാഗ കല്ല്. ഓക്കെ, പത്മരാഗ കല്ല് പതിച്ച ഫലകം. അടുത്തത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? റഫീഖ് അഹമ്മദാണ്. 75,000 രൂപയും പ്രശസ്തി പത്രവും പത്മരാഗ കല്ലുമാണ് ഈ ഒരു പുരസ്കാരത്തിന് നൽകുന്ന സമ്മാനം. ഓക്കെ, അടുത്തത് സ്ട്രാസ്ബർഗ് 2024 പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്താണ് സ്ട്രാസ്ബർഗ്? 2024 പുസ്തക തലസ്ഥാനം. നമുക്കറിയാം ബുക്ക് ക്യാപിറ്റൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അല്ലേ, വേൾഡ് ബുക്ക് ക്യാപിറ്റൽ. അപ്പോൾ സ്ട്രാസ്ബർഗ് ആണ് 2024 പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗിനെയാണ് 2024 ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചത്. ശാസ്ത്രം, സംസ്കാരം, സുരക്ഷ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഉന്നമനത്തിനായിട്ട് നൽകി വരുന്ന ഒരു സംഭാവനകൾ പരിഗണിച്ചിട്ടാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. ഏതൊക്കെ മേഖലകളാണ്? ശാസ്ത്രം, സംസ്കാരം, സുരക്ഷ എന്നീ മേഖലകളിലെ
ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. കഴിഞ്ഞ വർഷം ഘാനയിലെ ആക്ര നഗരത്തിനായിരുന്നു 2023 ആർക്കാണ് വേൾഡ് ബുക്ക് ക്യാപിറ്റലായിട്ട് ഈ ഒരു പദവി ലഭിച്ചത്? ആക്ര നഗരത്തിനായിരുന്നു ഈ ഒരു പദവി ലഭിച്ചത്. അടുത്ത വർഷം 2025 പ്രഖ്യാപിച്ചിരിക്കുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയ്ക്കാണ്. 2025 2023 ലഭിച്ചത് ആഫ്രിക്കയിലെ ആക്രയ്ക്കായിരുന്നു. 2024 ആരാണ്? സ്ട്രോസ്ബർഗ്, നമ്മുടെ സ്ട്രോസ്ബർഗ്, ഫ്രാൻസിലെ സ്ട്രോസ്ബർഗ് നഗരം. ബ്രസീലിലെ റിയോ ഡി ജനീറോയ്ക്കാണ് 2025 വേൾഡ് ബുക്ക് ക്യാപിറ്റലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഏതൊക്കെ മേഖലകൾക്കാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്? ശാസ്ത്രം, സംസ്കാരം, സുരക്ഷ, വിദ്യാഭ്യാസം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? അഞ്ചിഘട്ട്. ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? അഞ്ചിഘട്ടിലാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലം എവിടെയാണ്? അഞ്ചിഘട്ടിലാണ്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ ചിനാബ് നദിയുടെ കൈവഴിയായിട്ടുള്ള അഞ്ചി നദിക്ക് കുറുകെയാണ് അഞ്ചിഘട്ട് കേബിൾ സ്റ്റേ റെയിൽവേ പാലം. ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജമ്മു കാശ്മീരിലെ അഞ്ചിഘട്ട് കേബിൾ സ്റ്റേ റെയിൽവേ പാലം എവിടെയാണ് വരുന്നത്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമാണ് കേട്ടോ അഞ്ചിഘട്ട്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ചിനാബ്. ഓക്കെ, ചിനാബ് നദി ഏതിൻ്റെ പോഷക നദിയാണ്? അറിയാം അല്ലേ നമുക്ക്? സിന്ധു നദിയുടെ പോഷക നദിയായ ചിനാബ് നദിയുടെ കുറുകെയായിട്ടാണ്, അല്ലെങ്കിൽ ചിനാബ് നദിയുടെ കൈവഴിയായിട്ടുള്ള അഞ്ചി നദിക്ക് കുറുകെയായിട്ടാണ് അഞ്ചിഘട്ട് കേബിൾ സ്റ്റേ റെയിൽവേ പാലം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം അല്ലെങ്കിൽ കേബിൾ സ്റ്റേ പാലം ഏതാണ്? അത് സുദർശൻ സേതു. ഓക്കെ, ആദ്യത്തെ തൂക്കുപാലം അഥവാ കേബിൾ സ്റ്റേ പാലം ഇന്ത്യയിലെ റെയിൽവേ പാലമാണ് ഇത് അഞ്ചിഘട്ട് ആദ്യത്തെ. എന്നാൽ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം അല്ലെങ്കിൽ കേബിൾ സ്റ്റേ പാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുത് അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം അല്ലെങ്കിൽ കേബിൾ സ്റ്റേ പാലമാണ് സുദർശൻ സേതു. ദ്വാരക, ഗുജറാത്തിലാണ് ഈ പാലം ഉള്ളത്. ഏതാണ്? സുദർശൻ സേതു, ദ്വാരക, ഗുജറാത്ത്. ഓഖയെയും ബെയ്റ്റ് ദ്വാരക ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന സുദർശൻ സേതു പാലത്തിന്റെ നീളം 2.3 കിലോമീറ്റർ ആണ്. ഓക്കെ, സുദർശൻ സേതു ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? ഓഖയെയും ബെയ്റ്റ് ദ്വാരക ദ്വീപിനെയും. ദ്വാരക ഗുജറാത്തിലാണ് ഉള്ളത്, നമുക്കറിയാം. അപ്പോൾ ഓഖയെയും ബെയ്റ്റ് ദ്വാരകയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് എന്ത്? സുദർശൻ സേതു. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം അഥവാ കേബിൾ സ്റ്റേ പാലം. അടുത്തത്, സുദർശൻ സേതു പാലത്തിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നായിരുന്നു. സുദർശൻ സേതു പാലത്തിന്റെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് അല്ലേ സുദർശൻ സേതു. ആ സുദർശൻ സേതു പാലത്തിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? സിഗ്നേച്ചർ ബ്രിഡ്ജ്. പഴയ റാങ്ക് ഫയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു പേരായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ തൂക്കുപാലത്തിന് ഇപ്പോഴുള്ള പേരാണ് സുദർശൻ സേതു. പണ്ടത്തെ പേരെന്തായിരുന്നു? സിഗ്നേച്ചർ ബ്രിഡ്ജ്. ഇപ്പോഴത്തെ നമ്മുടെ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവ്. ആരാണ്? അശ്വിനി വൈഷ്ണവാണ്. വ്യക്തികളുടെ ശബ്ദത്തിൻ്റെ തനിപ്പകർപ്പ് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഓപ്പൺ AI സാങ്കേതികവിദ്യ എന്താണ്? വോയിസ് എഞ്ചിനാണ്. അതായത് ഒരല്പനേരം ആൾക്കാർ സംസാരിച്ചിരുന്നാൽ തന്നെ ആ സംസാരം പിടിച്ചെടുത്തിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു സംഭാഷണം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഓപ്പൺ AIക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് സാധിക്കും. അതിൻ്റെ ആ ആപ്പിൻ്റെ പേരെന്താണ്? വോയിസ് എഞ്ചിൻ. ഓക്കെ, അപ്പോൾ സുദർശൻ സേതു പാലത്തിൻ്റെ ആദ്യത്തെ പേരെന്താണ്? സിഗ്നേച്ചർ ബ്രിഡ്ജ്. നമ്മുടെ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ്. വ്യക്തികളുടെ ശബ്ദത്തിൻ്റെ തനിപ്പകർപ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഓപ്പൺ AI സാങ്കേതികവിദ്യ ഏതാണ്? അത് വോയിസ് എഞ്ചിനാണ്. ഇനി വെറും 15 സെക്കൻഡ് ഒരാളുടെ സൗണ്ട് കേട്ടാൽ മതി. ഒരു വ്യക്തിയുടെ റെക്കോർഡ് ചെയ്ത ശബ്ദം ഉപയോഗിച്ച് അയാളുടെ ദീർഘ സംഭാഷണം നിർമ്മിക്കാൻ വോയിസ് എഞ്ചിന് സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസം നടന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് നമ്മൾ കണ്ടത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുമായിട്ട് കാണാം.